ശിവരാം അർജുൻ കല്യാൺ ഇപ്പോൾ ഹരിമോഹൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹരിമോഹൻ, വെരി ഗുഡ് മോർണിംഗ് ഹരി. ഇന്നിപ്പോൾ എൻ വാസുവിനും ജയിലിലുള്ള മുരാരി ബാബുവിനും ബൈജുവിനും ഒക്കെ വളരെ നിർണായകമാണ്, സുധീഷിനും ഒക്കെ നിർണായകമാണ്. ജാമ്യാപേക്ഷ മൂവ് ചെയ്തിട്ടുണ്ട്, റിമാൻഡ് കാലാവധി കഴിയുന്നു. അപ്പോൾ ജാമ്യം കിട്ടാനാണോ സാധ്യത ഹരി? ഗുഡ് മോർണിംഗ് അരുൺ. ഈ ജാമ്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം ഈ കേസിലെ മറ്റ് പ്രതികൾ കൂടി ജാമ്യാപേക്ഷകൾ സമർപ്പിച്ചിരുന്നു. പക്ഷേ ആ അപേക്ഷകളെല്ലാം തന്നെ കോടതി തള്ളിക്കളയുകയായിരുന്നു. അതായത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വിചാരണ കോടതികൾ ഒന്നും തന്നെ ഈ ജാമ്യം അനുവദിക്കാറില്ല. അല്ലെങ്കിൽ മുൻകൂർ ജാമ്യമാണെങ്കിലും ജാമ്യാപേക്ഷകളാണെങ്കിലും എല്ലാം തന്നെ തള്ളിക്കളയുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തത്. സമാനമായ നിലയിൽ തന്നെ ആയിരിക്കും ഇന്നും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജാമ്യാപേക്ഷകൾ എന്ന് പറയുന്നത് എൻ വാസുവിൻ്റെയും കെ എസ് ബൈജുവിൻ്റെയാണ്. മുരാരി ബാബുവിൻ്റെതിൽ ഇന്ന് വാദം തുടരും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നാളെ മാത്രമായിരിക്കും ഒരുപക്ഷെ അതിൽ വിധി ഉണ്ടാവുക. വാസുവിൻ്റെ ജാമ്യാപേക്ഷ ഇന്നലെയാണ് സമർപ്പിച്ചത്. അതിൽ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലുള്ള തൻ്റെ കടമ മാത്രമാണ് ചെയ്തത് എന്നുള്ളതാണ് ഈ ജാമ്യാപേക്ഷകളിലെല്ലാം തന്നെ വാസുവും ബൈജുവും മുരാരി ബാബുവും എല്ലാം തന്നെ പറയുന്നത്. പക്ഷേ ജാമ്യാപേക്ഷകളെ പൂർണ്ണമായിട്ടും SIT എതിർക്കുകയാണ്. അതായത് കൃത്യമായ കൃത്യവിലോപവും ഒപ്പം തന്നെ ഗൂഢാലോചനയും ഒക്കെ തന്നെ ഈ കേസുകളിൽ നടന്നിട്ടുണ്ട്. ദ്വാരപാലക പാളിയിലും കട്ടിളപ്പാളിയിലും രണ്ടിലും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് SIT ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കോടതി ആ അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് തള്ളിക്കളയുക എന്നുള്ളത് തന്നെയായിരിക്കും. നാളെയാണ് പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത് എന്ന് കൂടിയുണ്ട് അരുൺ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനം ഇന്ത്യയിൽ എത്തി വലിയ പുകപടലം സൃഷ്ടിച്ചു എന്ന് പറയുന്ന പോലെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ പുകപടലങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെയാണ് കരിമേഘമായി മാറുക എന്നതാണ് കാത്തിരിക്കാം. എന്തായാലും ഇന്ന് ജാമ്യാപേക്ഷ മൂവ് ചെയ്യുന്നുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതികൾ, ഒപ്പം പത്മകുമാറിനും ഇന്നത്തെ ദിവസം നിർണായകമാണ്. ഹരിമോഹനും അർജുൻ കല്യാണുമാണ് വിവരങ്ങൾ നൽകിയത്.